കിരണിന് കിട്ടിയ ശേഷം 2 തവണ താൻ ആദിവാസി ഊരിലേക്ക് പോയിട്ടുണ്ട്. അഗ്നിബാധയുടെ അവശേഷിപ്പുകളൊന്നും തന്നെ അവിടെ ഇപ്പോഴില്ല. പഴയ പോലെ തന്നെ തങ്ങളുടെ പരിമിതികൾ മുറുകെ പിടിച്ചുകൊണ്ട് അവിടെയുള്ളവർ ഇന്നും ജീവിക്കുന്നുണ്ട്. മരിച്ചവരെ കുറിച്ച് ആരും ഓർക്കാറുകൂടിയില്ല. അവസാനമായി പോയ ദിവസം ഒരു നീലാംബരി ചെടി വേരോടെ പിഴുതെടുത്തു നാഥ്. കൈലാസം തറവാട്ടിൽ നട്ടു നനച്ചു വളർത്തുമ്പോൾ അവിടെ താൻ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി വളർന്ന നീലാംബരി ഒരു കുറ്റിച്ചെടി പോലെ, ശേഷം ചെറുമരം പോലെ. കാലാവസ്ഥക്കനുസരിച്ച് നീലാംബരിയിൽ മാറ്റങ്ങൾ വന്നു. ഒരിക്കലും പുഷ്പിക്കാത്തവൾ ഇലകളാൽ പച്ച പിടിച്ച് നിന്നു. തിരുവനന്തപുരത്തേക്ക് ഇക്കുറി നാഥ് കാറിലാണ് യാത്ര തിരിച്ച്. തന്റെ പ്രിയപ്പെട്ടവളെ സുരക്ഷിതമായി തന്നെ കൊണ്ടുവരണമെന്ന ചിന്തയിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ശിവൻ അവനെ ഒഴിവാക്കി. ഇനിയുള്ള യാത്രയിൽ താൻ ഒറ്റയ്ക്കെന്ന് അവൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ തന്നെ ഈ 3 മാസക്കാലം കൊണ്ട് ഭദ്ര തന്റെ പ്രാണനിൽ അലിഞ്ഞു ചേർന്നത് ആരാണ് അറിഞ്ഞത്? തന്റെ ഉയിരിന്റെ തുടിപ്പ് അവിടെ ഉദരത്തിൽ മിടിക്കുന്ന എനിക്ക് അവൾക്ക് മാത്രമല്ലേ അറിയൂ. ആർക്കും അറിയില്ല. രണ്ടുടലും ഒരു മനസ്സുമായി നടന്ന തന്റെ സുഹൃത്തിന് പോലും അറിയില്ല. പ്രേമന് വീട്ടിൽ തിരികെ എത്തിയ നാഥ് രാത്രി പാലമരച്ചോട്ടിൽ എന്നത്തെയും പോലെ അവളെയും കാത്തു നിന്നു. കിളിവാതിലൂടെ ഇരുട്ട് നിറഞ്ഞ വിദൂരതയിലേക്ക് ഉറ്റുനോക്കി ഭദ്ര കണ്ണുനീർ പൊഴിച്ചു. തന്റെ പ്രാണനെ, തന്റെ നാഥനെ കണ്ടിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്നു. തന്റെ വയറ്റിലെ തുടിപ്പിൽ കൈ ചേർത്ത് അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങി കേട്ടു. ഞാൻ ഓടി വരും, 2 പേരെയും കൊണ്ടുപോകാൻ. അതുവരെ കാത്തിരിക്കണം. എന്റെ പ്രാണനെ സൂക്ഷിക്കണേ ഭദ്ര. അത് പറയുമ്പോൾ അവന്റെ ചുണ്ടുകൾ ഒരിക്കൽ കൂടി അവിടെ അണിവറിൽ മൃദുവായി അമർന്നിരുന്നു. ഭദ്രയുടെ കണ്ണ് നിറഞ്ഞു. അവനില്ലാത്ത ഒരാഴ്ച തന്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ അവനുണ്ടോ അറിയുന്നു. ഇനി ഒരു നിമിഷം പോലും തനിക്കിവിടെ പിടിച്ചേക്കാൻ പറ്റില്ല. വരില്ലേ നാഥ, എന്നെ കൊണ്ടുപോകാൻ നീ വരില്ലേ? പ്രതീക്ഷയോടെ പാലമരച്ചോട്ടിലേക്ക് നോക്കിയ ഭദ്രയുടെ കണ്ണുകൾ വിടർന്നു. തൂവെള്ള ഷർട്ടും വെള്ളിക്കര മുണ്ടും ധരിച്ച് നാഥ അവളെ നോക്കി നിന്നു.